ഇവിടെ മറ്റേ ഇതുണ്ടല്ലോ കുരിശ് ഇവിടെ കിട്ടും. തിരിയുണ്ട് സിസ്റ്റർ അതിനകത്ത് ദൂരിയും പോലീസ്
നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും അവിടുത്തെ നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു. കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട മരിച്ചടക്കപ്പെട്ട പാലാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ മൂന്നാം നാളെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന് വലതുഭാഗത്തിരിക്കുന്നെന്നും അവിടെ നിന്നും ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിപ്പാൻ വരും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുരം ഞങ്ങളുടെ രക്ഷകനാഥനുമായി ഈശോയുടെ ശരീര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ
അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ 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 അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോയുടെ തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി നാഥനും രക്ഷകനുമായ ഈശോയുടെ തിരുശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. സ്വർഗ്ഗകവാടം തുറക്കൂ, നാഥാ കാരുണ്യവായ്പോടെ നോക്കൂ, നിൻവിളി കേട്ടങ്ങ് വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. മുന്നീരിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കേണേ നാഥാ നിൻ
തുറക്കപ്പെട്ടതല്ലോ. സ്വർഗകവാടം തുറക്കൂ, നാഥ കാരുണ്യവായി പോടി നോക്കൂ. നിൻ വിളി കേട്ടങ്ങ് വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. പ്രിയ സഹോദര, നീ ജ്ഞാനസ്നാനം നീരുടെ പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥചരിത്രയുടെ കാരുണ്യവാനായ ദൈവം എന്നെ എല്ലാ പാപക്കറകളിലും കഴുകി വെടിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ നീ ക്രിസ്തുവിനാൽ പ്രകാശിതനായി. ജീവിതം മുഴുവനും പ്രകാശത്തിന്റെ മകനായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തു സൂക്ഷിച്ചു. ഇപ്പോൾ നിത്യപതിയുള്ള യാത്രയിൽ ക്രിസ്തുവാക്കുന്ന ഈ ദീപനാളം നിന്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരട്ടെ. ആമേൻ. ആർദ്രനായി കേഴുന്നു പാപിയ ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളോ രക്ഷയിൽ പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. മങ്ങാത്ത ദിവ്യ പ്രകാശത്തിലായി വിശ്രമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ ലോകത്തുനിന്ന് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ പ്രിയദാസൻ നെൽസൺ ലാസർ ഡി ക്രൂസിന്റെ ആത്മാവിനെ ശാന്തിയും പ്രകാശം നിറഞ്ഞ സ്വർഗരാജ്യത്തെ സ്വീകരിച്ച് അങ്ങേ വിശുദ്ധയുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, കഴിയുന്നവർക്ക് ആശ്വാസം വളർന്ന അങ്ങ് അന്ധമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരീക്ഷിക്കുകയും മരണത്തിന്റെ ഇരുളിൽ ജീവന്റെ പുലരികായി മാറ്റുകയും ചെയ്തുവല്ലോ. ദുഃഖാത്തര വിലപിക്കുന്ന കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രന്റെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും പുനരുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണിനെല്ലാം ഒപ്പിയെടുക്കുന്ന സ്വർഗരാജ്യത്തും ഞങ്ങളുടെ സഹോദരോട് ഒന്ന് ചേർന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. പ്രിയ സഹോദര, ജ്ഞാനസ്നാനത്തിൽ നീ അണിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിന്റെ വസ്ത്രമായി അണിഞ്ഞു എന്നിട്ട് അടയാളമായിരുന്നു. മഹിമേറെ പദവി മലിനപ്പെടാതെ കാത്തു സൂക്ഷിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹനാക്കുന്നു എന്നെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. കൊടുത്താൽ മതി. അത് ഓർത്തിട്ടോ കയ്യിൽ. പ്രിയ സഹോദര, ജ്ഞാനസാധുടെ നീ ക്രിസ്തുവിനൊപ്പം മരിക്കുകയും ഉയർക്കുകയും ചെയ്തു. ജീവിതകാലം മുഴുവൻ ഈ പെസഹരത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്ത് പിതാവിന്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നുപോകൽ നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നെ അടയാളമായിരിക്കട്ടെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും ചിഹ്നമായ ഈ കുരിശുരൂപം. കയ്യിലോട്ട് എടുത്തിട്ടോ. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിന്റെ ഇവിടത്തിന്റെ പ്രതീകമായ പുഷ്പങ്ങൾ മുതിർത്ത് ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കുമാറാകട്ടെ. ആമേൻ. ഫ്ലവർ പള്ളിയിൽ പോണവരെല്ലാവരും ഫ്രണ്ടിൽ നടക്കണേ. പൂവൊക്കെ വെച്ച് പൂവൊക്കെ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും നിത്യപിതാവായ ദൈവത്തിന്റെ സ്നേഹവും ദൈവാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. സ്നേഹമുള്ളവരെ, നമ്മെ വിട്ടു പിരിഞ്ഞു പോയ നമ്മുടെ പ്രിയ സഹോദരൻ നെൽസൺ ലാസർ ഡീക്രൂസിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നേ ദിനം തന്നെ അടക്കം ചെയ്യുവാനുള്ള ഭാഗ്യം ഈ സഹോദരന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ സഹോദരന്റെ ശരീരത്തിനെയും ആത്മാവിനെയും ദൈവം ഉയർപ്പിക്കുമെന്നും കർത്താവിൻ്റെ കൂടെ ജീവിക്കുവാനുള്ള കൃപ നൽകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഈ പ്രത്യാശയോടുകൂടി ഇന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സഹോദരൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും ദൈവം മാപ്പ് നൽകട്ടെ, സ്വർഗസൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് യാചിക്കാം. പാവനമായ ഈ ബലി ഒരുമിച്ച് അർപ്പിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന നമ്മളെല്ലാവരുടെയും ഭാവങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നമുക്ക് മാപ്പ് യാചിക്കാം. സർവശക്തനായ ദൈവത്തോട് സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ ഭാവങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് കേൾക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. മരിച്ചത് ദാനം ചെയ്ത അങ്ങേ പുത്രരുടെ ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങയുടെ പ്രിയദാസൻ നെൽസൺ ലാസർ ഡീക്രൂസ് ഉത്ഥാനത്തുള്ള പ്രതീക്ഷയും ഞങ്ങളുടെ പ്രത്യാശയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കൊള്ളണമേ. സഹോദരത്തിൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ
ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവ് നന്മ കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ദൈവത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാലും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. കർത്താവെ, ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ. കാരുണ്യപൂർവ്വം എനിക്ക് ഉത്തരം അറിയണമേ. കർത്താവെ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എന്റെ ഹൃദയം അങ്ങയോട് വന്നിരിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു കളയരുതേ. എന്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസനായ കോപത്തോടെ തള്ളിക്കളയരുതേ. എന്റെ രക്ഷകനായ ദൈവമേ, എന്നെ തിരസ്കരിക്കരുതേ, എന്നെ കൈവെടിയരുത്. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശിക്കുന്നവൻ ദുർബലനാകാതെ ധൈര്യം അവലംബിക്കുന്നവൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവേൻ. എന്റെ ഹൃദയം ദൈവത്തിനാൽ ദാഹിക്കുന്നു. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷമുള്ള വായന. അക്കാലത്തെ യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, സ്വർഗത്തിൽ ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ പതിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. എൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ സാധിക്കും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവിന്റെ സുവിശേഷം. Hallelujah.
അങ്ങേ പുത്രന്റെ മഹോന്നതമായ സ്നേഹബോധാശയാലാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങയുടെ പ്രിയദാസൻ നെൽസൺ ലാസന്റെ ക്രൂസ് അവിടത്തോടു കൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളെല്ലാവരും മരിക്കാതിരിക്കുവാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കുവാൻ ഒരാൾ തന്നെ മരിക്കാൻ തിരുമനസ്സായി. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും അഭിരാമം ആലപിക്കുന്നു. സ്നേഹസ്വരൂപനായ പിതാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം ആൾ കഴിഞ്ഞ് പാനപാത്രം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ യഥോർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അങ്കനാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ദൈവമേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോട്, ഞങ്ങളുടെ രൂപത്തിൽ തോമസ് മെത്രാനോട്, ക്രിസ്തുദാസ
മെത്രാനോടും എല്ലാ വൈദികരും ദൈവജനത്തോടുമൊന്ന് സഭയാകുന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിന്റെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ പ്രിയദാസൻ നെൽസൺ ലാസറ്റി ക്രൂസിനെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടെ തുടർന്നായി തീർന്നയാളെ അവിടുത്തെ പുനരുദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശുദ്ധരുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ ജ്ഞാനത്തിൽ മരണമടഞ്ഞ സഹോദരങ്ങളെ അങ്ങേ മുഖത്തിന്റെ പ്രകാശം സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും കഴിയണമേ. ഞങ്ങളുടെ പരിഹാരത്തോടും ഭാഗ്യപ്പെട്ട അവസരത്തിനോടും അനുരായ പോസ്തലന്മാരോടും യേശുക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. യേശുനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആരംഭിക്കാം. സ്നേഹസ്വരൂപനായ പിതാവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം തെളിവാർന്നു നൽകണമേ. അനുഗ്രഹ പൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതനാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്നും അങ്ങേ പോസ്റ്റുമാരുടെ ചെറുകർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ ഭാവങ്ങളെല്ലാത്തിൻ്റെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ കൺപാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എല്ലാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളവേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും പങ്കുവയ്ക്കാം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ ഭാവങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ ജീവിൽ നിന്നും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രമേ ദിവ്യാത്മാവ്
ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 മണിക്കായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ പിതാവേ, അങ്ങയുടെ ദാസൻ നെൽസൺ നാസഡീക്കൂസിനു വേണ്ടി പെസഹ രഹസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ. സമാധാനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മണ്ഡലത്തിലേക്ക് ഞാൻ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഈ പ്രാർത്ഥന കേട്ടുകൊള്ളുക. സ്നേഹമുള്ളവരെ, ക്രിസ്തീയ പുറപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്നവർക്ക് സർവശക്തനായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരന്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോടെ ഉയർത്തിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തിട്ടുണ്ട്. അവിടുന്ന് ഇയാളെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതി ശിക്ഷ നിന്നും മോചനവും നൽകട്ടെ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ ഇയാളെ പുത്തുഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥന്റെ സന്നിധി എല്ലാ വിഷ്ണുവിനുമൊത്തും നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായുള്ള സംസ്കൃതത്തിൻ്റെയും അടയാളമായി ഈ ദാസന് അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങയുടെ ഈ ദാസന് സ്വർഗകവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസവചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയേറണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തിൽ ചേർന്ന് വീണ്ടും ഈ സഹോദരനെ കാണുവാൻ ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കപ്പെടണമേ. Oh
ബോഡി എവിടെ സൈഡൊന്ന് മാറി ഇതിലാണ് ജീവനും പുനരുത്ഥാനം ഞാനാക്കുന്നു. എന്നെ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. എന്നെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുന്ന അരുളിച്ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ ഈ സഹോദരന് നിത്യായുസ്സ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പരദേശം വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സകല സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ജ്ഞാനസ്നാനം ജലം കൊണ്ട് കഴുകുകയും
വിശുദ്ധതലം കൊണ്ട് അഭിഷേകം ചെയ്ത ഈ സഹോദരനെ വിശുദ്ധരുടെയും തെരഞ്ഞെടുപ്പെട്ടവരെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്ന സർവ്വതാ ജാഗ്രത കാണിച്ചുകൊണ്ട് പ്രിയദാസൻ നെൽസൺ ലാസറ്റി ക്രൂസ് ചെയ്ത തെറ്റുകൾ ദയാപൂർവ്വം ക്ഷമിക്കണമേ. സത്യവിശ്വാസത്തിൽ ക്രിസ്ത്യ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചയാളെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തിട്ടുണ്ടമേ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. പ്രകാശിക്കുകയും ചെയ്യണേ. കാലവിടെ വെക്കി ജെയിംസ് മൊത്തത്തിൽ വേണം.